നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഞാൻ ആക്ച്വലി ഇന്നലെ ഫുൾ മൂൺ എനർജി, ഓക്കെ, ഐ തിങ്ക് എല്ലാവരും മെഡിറ്റേഷനൊക്കെ ഒന്ന് കാണാം. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, ഗൈഡഡ് മെഡിറ്റേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഫോളോ ചെയ്ത് ചെയ്യാം. എൻ്റെ സൗണ്ടൊക്കെ ഞാൻ റെക്കോർഡിങ്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല ഈ കാര്യത്തിൽ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒന്ന് ട്രൈ ചെയ്യുകയാണ്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, വളരെ ഒരുപാട് മോശമാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സോറി. എനിവേ, എന്തായാലും മെഡിറ്റേഷനൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഐ തിങ്ക് ഇമോഷണലി അപ്പ് ആൻഡ് ഡൗൺ ആണ് ഒരുപാട്. എനിക്ക് പേഴ്സണൽ മെസ്സേജസ് വരുന്നതും അല്ലാതെയും ഞാൻ കണ്ടത് വെച്ചിട്ട് ഗൈഡൻസ് മെസ്സേജും എന്ന് നിങ്ങൾ കാണാം. ഓക്കെ, കാരണം അത് ഫുൾ മൂൺ എനർജീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം, മനസ്സിലാവാൻ പറ്റും. സോ അതുകൂടി നിങ്ങളൊന്ന് കാണാം. ആൻഡ് ഐ തിങ്ക് ഒരുപാട് പേര് ഒരു എന്താ പറയുക, ഒരു സെൽഫ് റിഫ്ലക്ഷൻ മോഡിൽ കുറച്ച് സൈലൻ്റ് ആയിട്ടും അപ്സെറ്റ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപാട് ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ കാണുന്നുണ്ട്. ഓക്കെ, സോ മെഡിറ്റേഷനൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ മൂൺ വീഡിയോൻ്റെ റെമഡീസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതെല്ലാം ഞാൻ ഇന്നലത്തെ ഗൈഡൻസ് മെസ്സേജിൻ്റെ താഴെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഇടാം. ഓക്കെ, ഫുൾ മൂൺ റെമഡീസ് ഇപ്പോഴും ചെയ്യാം നിങ്ങൾക്ക്. അത് ഫുൾ മൂൺ ദിവസം തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാത്ത ദിവസവും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പേഴ്സൺ ഇന്നലെ രാത്രി, അതായത് ഈ ഫുൾ മൂണിൻ്റെ ഒരു എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളെക്കുറിച്ച് എന്താ ഓർത്തത് എന്ന് നോക്കാം. എനിക്ക് നിങ്ങളെക്കുറിച്ച് രാത്രിയുടെ നമ്മുടെ വേറെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പറയില്ലേ, ഒരു ദിവസം അവസാനിക്കുമ്പോൾ കുറച്ചൊന്ന് സമാധാനമായിട്ട് നമ്മൾ ജസ്റ്റ് ഇരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് അവർക്ക് എന്താ മൈൻഡിൽ വന്ന് എന്ന് നോക്കാം. ഓക്കെ, അവരും നിങ്ങൾക്ക് വേണ്ടി ഇമോഷണലായോ, അവരും ഇമോഷണലാണ് ഒരു ഇതിലാണോ എന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം. കോൺടാക്റ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ നിങ്ങൾ കോൺടാക്ട് ഇല്ല, അല്ലെങ്കിൽ അവർ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്ന് വെച്ചോളൂ. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. പേഴ്സൻ്റെ മനസ്സിൽ ഇന്നലെ നൈറ്റ് ഈ ഫുൾ മൂൺ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ, അവരും ഇമോഷണൽ ആയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 2 of Wands, Knight of Swords, സെയിം എനർജിയാണ്, നിങ്ങളുടെ സെയിം എനർജിയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. King of Pentacles, സെയിം എനർജി. ഗൈഡൻസ് മെസ്സേജ് പ്ലീസ് ഒന്ന് പോയി കാണാം. അതിൽ ഐ തിങ്ക് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് 10 of Cups, Queen of Pentacles, 3 of Pentacles, Queen of Swords. ഓക്കെ, തേർഡ് പാർട്ടി എനർജി തോന്നിയതാണ് ഒന്നു. ഓക്കെ, 8 of Cups ആൻഡ് King of Swords, Hierophant, 9 of Pentacles, Justice. ഓക്കെ, കുറച്ച് വേർഡ്സ് കൂടി എടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത് 2 of Wands, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കൺഫ്യൂഷനിലായിരുന്നു ഇന്നലെ. ഓക്കെ, രാത്രി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു. ഓക്കെ, അവർക്ക് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിക്ക് അവരുടെ മനസ്സിൽ ചിന്ത ഉണ്ടായിരുന്നു. ശരിക്കും മിസ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, മിസ്സിങ് എനർജി കാരണം അവർക്ക് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്ന രീതിക്ക് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ കൺഫ്യൂഷൻ കാരണം അവർ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഹെർമിറ്റ് ഉണ്ട്, സോ മേ ബി ഹോൾഡ് ബാക്ക് ചെയ്യല് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. അവർക്ക് വരണം, നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കണം, മെസ്സേജ് ചെയ്യണം എന്ന രീതിയിലാണ് ചിന്തിച്ചത്. പക്ഷെ അവരൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ അവനവനെ തന്നെ ഒന്ന് പിന്നോട്ട് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ചിലവർക്ക് നോ കോൺടാക്ട് ആയിരിക്കാം, നോ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതായിരിക്കാം. ചിലപ്പോൾ സെപ്പറേഷൻ കുറച്ചായിട്ട് നിങ്ങൾ ഓൾറെഡി സെപ്പറേഷനിലായിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം. അല്ല എന്നുള്ളവരും പേഴ്സൺ ഐ തിങ്ക് സൈലൻ്റ് ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ അടുത്തൊന്നും ഓപ്പൺ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല കാര്യങ്ങൾ, അവർ ജസ്റ്റ് മാറി നിന്നിട്ടുണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അതായത് വളരെ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് അവർ ഫീൽ ചെയ്തു എന്ന് പറയാം. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് തോന്നി ദാറ്റ് യെസ്, ഇതൊരു വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പാണ്, വളരെ നല്ലൊരു പ്രാക്ടിക്കലായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഓക്കെ, അവർക്കും ആ ഒരു കമ്മിറ്റഡ് ഫീലിംഗ് നിങ്ങളോടുണ്ട്. ഓക്കെ, അവരെ മനസ്സിൽ അവരാലോചിക്കുന്ന സമയത്ത് അവർക്ക് പറയില്ലേ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ശരി, അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ ഒരു കാര്യത്തിനോട് നമുക്ക് വളരെയധികം ഒരു എന്തതിന് പറയാമെന്ന് എനിക്കറിയില്ല. കമ്മിറ്റ്മെൻ്റ് അല്ലാതെ വേറെ എന്താതിന് വാക്കെന്ന് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങളോട് പക്ഷെ അവർ ശരിക്കും ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ്, അവർക്ക് ഡീപ്പ് ഫീലിങ്സ് ആൻഡ് ഒരു ശരിക്കും നിങ്ങളോടൊരു ജെനുവൻ ആയിട്ട് ഒരു ഫീലിംഗ് എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. ഓക്കെ, പക്ഷെ ഇവിടെ ചിലവർക്ക് നിങ്ങൾ തമ്മിൽ പറഞ്ഞ പോലെ സെപ്പറേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഇന്നലെ ഇപ്പോൾ സംസാരിച്ച് നിങ്ങൾ തമ്മിൽ വലുതും കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. ചിലവർക്ക് പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടാവാം. ഓക്കെ, 2-3 സിനാരിയോ പറയാം.
മേ ബി അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പം ഉണ്ടാവും. മേ ബി ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം. 10 ഓഫ് കപ്സ് ആണ് ഇവിടെ. സോ മേ ബി ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ട്. സോ ഇവിടെ എവിടെയോ ഐ തിങ്ക് കമ്പാരിസൺ വരുമ്പോൾ പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളുടെ കൂടെ ഹാപ്പിനെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ കപ്പിൾ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഒരു അപ്പം നിങ്ങൾ രണ്ടും, നിങ്ങൾ ഏതാണെങ്കിലും മാറ്റി മാറ്റി ചിന്തിച്ചോളൂ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ശരിക്കും ഒരു കമ്മിറ്റഡ്, ഒരു മാരേജ് ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഫാമിലി പോലെ എന്ന രീതിക്ക് അവർക്ക് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ശരിക്കും നിങ്ങളൊരു ഫാമിലിയാണ്, നമ്മളെ സ്വന്തമാണ് എന്ന രീതിക്കൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ്. ഓക്കെ, നിങ്ങളെ വളരെ ഒരു റെസ്പെക്റ്റഡ് പേഴ്സൺ ആയിട്ടാണ് അവർ കാണുന്നത്. നിങ്ങൾ വളരെ കേപ്പബിൾ ആണ് അവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നല്ല ഒരു കരിയറിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിക്കൊക്കെ അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് നല്ലൊരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നൊരു റെസ്പെക്റ്റ് അവർക്കുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളെ കൂടെ വേണം എന്നുള്ള 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണിത്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഒന്നിച്ച്, അതായത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ശ്രമിക്കണം എന്ന രീതിക്ക് അവരെ മനസ്സിലുണ്ട്. ഓക്കെ, ആൻഡ് 10 ഓഫ് കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹാപ്പി ഫീലിംഗ് ആണ്. ശരിക്കും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമായ ഫീലിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ നടക്കുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. സോ ഇവിടെ ആരോ ഇടയിൽ സബോട്ടാജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ അവരുടെ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാവാം, നിങ്ങളുടെ ലൈഫിലാവാം, ഒരു തടസ്സം ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു എനർജി ഇവിടെ തടസ്സമുണ്ട്. അത് തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം, കാരണം 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ മേ ബി അവരെ കൺഫ്യൂഷൻ അതും ആയിരിക്കാം. തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ആ തേർഡ് പാർട്ടി ഉണ്ട്. അപ്പം നിങ്ങളും ആയിട്ടൊരു കൺഫ്യൂഷൻ അവരെ മനസ്സിൽ വരുന്നു എന്ന രീതിക്ക് പറയാം. 8 ഓഫ് കപ്സ്, അവർ നിങ്ങളുടെ അടുത്ത് വാക്ക് അവേ ചെയ്തിട്ടുണ്ടാവാം ബിക്കോസ് ഓഫ് തേർഡ് പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടിക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയതായിരിക്കാം. ഓക്കെ, അത് അങ്ങനെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ മേ ബി അവർ ഓൾറെഡി കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഓക്കെ, അങ്ങനെ അവർ നിങ്ങളുടെ അടുത്ത് മാറിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിലും തന്നെ അവർ വേറെ മേ ബി അവരുടെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതിനു വേണ്ടി അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കും. ഓക്കെ, ആ ഒരു ചോയ്സ് അവരെടുത്ത് തെറ്റിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ടവർ കാർഡ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ വരുന്നുണ്ട്. ദാറ്റ് അവർ ചൂസ് ചെയ്ത് തെറ്റിപ്പോയി എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കാം അവർ സൈലൻ്റ് ആയിരിക്കുന്നത്. അവർ ചെയ്ത തെറ്റ്, അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക്. ഓക്കെ, അവർക്കൊരു വിഷമമുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് വിട്ട് മാറിപ്പോയി എന്നാണ് എനിക്ക് കാണുന്നത്. 8 ഓഫ് കപ്സ് വാക്കിംഗ് അവേ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വിട്ട് മാറി നിന്നിട്ടുണ്ടാവാം, സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. നോക്കട്ടെ വേറെന്താ നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ഇന്ന് അവർ ഒരുപാട് ചിന്തകളിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മറ്റാണ് മെയിൻ എനിക്കിവിടെ എനർജി പിക്ക് ചെയ്യുന്നത്. അവർ ആലോചിക്കുന്നുണ്ട്, ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവർ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിൾസ്, ടെമ്പറൻസ്, ബാലൻസ് കൊണ്ടുവരാൻ. ഓക്കെ, 2 ഓഫ് സോർഡ്സ് അഗൈൻ, വീൽ ഓഫ് ഫോർച്യൂൺ, ഏസ് ഓഫ് കപ്സ്, വാവ്, 9 ഓഫ് കപ്സ്. ഓക്കെ, ഫൈൻ. ഓക്കെ, യെസ്, ഡെവിൾ എനർജി, 9 ഓഫ് സോർഡ്സ്. യെസ്, അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അവർ ആ ഒരു എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അത്ര പറയാം, അങ്ങനെ പറയാം. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ വ്യക്തി. ഓക്കെ, ആ വേദന നിങ്ങൾക്ക് തന്നു എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചെയ്ത തെറ്റ് അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതെന്ത് തന്നെയായാലും ശരി. ഓക്കെ, തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തു പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയോറിറ്റി കൊടുത്തു, എന്തെന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഐ തിങ്ക് എനർജി സെയിം ആണ് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസമായിട്ട്. അവർക്ക് ആ റിഗ്രറ്റ്, ഐ തിങ്ക് അവരെന്തോ അനുഭവിക്കുന്നുണ്ട്, അവരെന്തോ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നമ്മുടെ കർമ്മയുടെ കാർഡാണ്. ഓക്കെ, കർമ്മയുടെ കാർഡാണ്, സമയത്തിൻ്റെ കാർഡാണ്. സോ എവിടെയോ അവരിപ്പോൾ ആ സമയം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, കാരണം അവരെടുത്ത ഒരു തീരുമാനം, 2 ഓഫ് സോർഡ്സ്, 2 ഓഫ് വൺസ്, അവരെടുത്ത ഒരു ഡിസിഷൻ. ഓക്കെ, അതിലാണ് ടവർ വന്നിരിക്കുന്നത്. സോ ആ തീരുമാനത്തിൽ അവിടെ എന്തോ അവർക്ക് ഒന്ന് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് എന്തെങ്കിലും വിഷമം അടിച്ചിട്ടുണ്ട്. അവർക്ക് എന്തോ നെഗറ്റീവ് ഒരു കാര്യത്തിനെയാണ് അവർ ചൂസ് ചെയ്തത്. ഓക്കെ, ഡെവിൾ എനർജിയാണ്, 9 ഓഫ് സോർഡ്സ് ആണ്, എംപറർ, അവരുടെ ഈഗോ. യെസ്, അവർ മിസ് ചെയ്യുന്നു. 6 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്, അവർ നിങ്ങളെപ്പോൾ മിസ് ചെയ്യുന്നു. അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ തെറ്റ് അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർ പറ്റിപ്പോയി അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, പക്ഷെ അത് അവർക്ക് സമ്മതിക്കാൻ അവർക്ക് നിവർത്തിയില്ല. കാരണം അവർ വിഷമം അനുഭവിക്കുന്നുണ്ട്. രാത്രി പോലും ഉറക്കമില്ലാതെ അവർ ഇരിക്കുന്നുണ്ട്. ഇപ്പം നല്ല രാത്രിത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അവർ ഉറക്കം പോയിട്ടുണ്ട് അവരുടെ. ഇപ്പോൾ ഒന്നല്ല, ഐ തിങ്ക് ഇത് കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ട്. അവർ ഉറക്കം പോലും പോകുന്നുണ്ട്. കാരണം അവർ ചെയ്ത തെറ്റ് അവർക്ക് റിയലൈസേഷൻ ഉണ്ട്. അവരെടുത്ത ഒരു തീരുമാനം, അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു കാര്യം. ഓക്കെ, അവർ നിങ്ങളെ മറച്ച് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങളെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം ചില കാര്യങ്ങൾ, അതിൻ്റെ ആയിരിക്കാം. ഓക്കെ, അവരത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. 9 ഓഫ് സോർഡ്സ്,
ഓക്കെ. അവർ ഒരുപാട് സ്ട്രെസ്സ്, ആ രാത്രി പോലും ഉറക്കം പോലും പോകുന്നുണ്ട് അവർക്ക്. കാരണം നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു റിയലൈസേഷൻ. ഓക്കെ. പക്ഷെ അവർക്കത് സമ്മതിക്കാൻ വയ്യ. ഓക്കെ. അത് അവരൊരിക്കലും സമ്മതിക്കില്ല. എംപറർ കാർഡാണ്. ഈഗോ തന്നെ കാരണം കൊണ്ട് അവർ ഒരിക്കലും അത് നിങ്ങളുടെ മുമ്പിൽ അത് അവർ തുറന്ന് സമ്മതിക്കില്ല. അതായത് അങ്ങനെ ഞാൻ ചെയ്തു പോയി, പറ്റിപ്പോയി, സോറി എന്ന രീതിയിൽ അവർ പറയില്ല. അതാണ് അവരെ കൊണ്ടുള്ള പ്രശ്നം. ഓക്കെ. ബട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. 2 ഓഫ് കപ്സ് എനർജി, സോൾമേറ്റ് എനർജി. അവർക്ക് ക്വീൻ ഓഫ് കപ്സിനെ മിസ് ചെയ്യും. ഓ മൈ ഗാഡ്. 5 ഓ മൈ 5 ഓഫ് പെൻറ്റിക്കിൾസ്. നഷ്ടം, നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക് കൊണ്ട്, അവർ ചെയ്ത ഒരു തെറ്റ് കൊണ്ട് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് എന്നേക്കുമായിട്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഇന്നലത്തെ എനർജിയിൽ അവർക്ക് ഇതാണ് റിയലൈസേഷൻസ്. അവർ വേറെ തേർഡ് പാർട്ടി പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൂസ് ചെയ്തു, എന്ത് തന്നെയായാലും ശരി, ഇപ്പോൾ അവർ ആലോചിക്കുന്നത് നിങ്ങളുമായിട്ട് തിരിച്ചു വന്നൊരു വീണ്ടും നിങ്ങളെ ഒരു ഫാമിലി പോലെ ആക്കണം എന്ന രീതിക്ക്. 10 ഓഫ് പെൻറ്റിക്കിൾസ്, 10 ഓഫ് കപ്സ് രണ്ടും വന്നു ഇവിടെ. ഓക്കെ. ആൻഡ് ഇവിടെ ടെമ്പറൻസ്, ബാലൻസ് ചെയ്യണം, നിങ്ങളുമായിട്ട് സിറ്റുവേഷനെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് സമയം മാറാൻ അവർ കാത്തിരിക്കുക. ആക്ച്വലി അവർ സമയത്തിനെ കാത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു കാര്യങ്ങളൊന്ന് ബെറ്ററായിട്ട് മുന്നോട്ട് തനിയെ ഒന്ന് ശരിയാവട്ടെ എന്ന രീതിക്ക് അവർ ശ്രമിക്കുന്നുണ്ട്. മേ ബി അവർ ചിലപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് എനിക്ക് കണ്ടില്ല ഇവിടെ. ഇല്ല, കമ്മ്യൂണിക്കേഷൻ്റെ കാർഡില്ല. പക്ഷെ അവർ ചിന്തിക്കുന്നുണ്ട്, നല്ലോണം ചിന്തിക്കുന്നു. ഞാൻ ഏതെങ്കിലും ഒരു കാർഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഇല്ല. ഓക്കെ. സംസാരിച്ച് വന്നാൽ പക്ഷെ നിങ്ങൾ മേ ബി ക്വീൻ ഓഫ് സോർട്സ് നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും അവരെ പറയുമോ എന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ. പക്ഷെ അവർ നിങ്ങളെ മിസ് ചെയ്യാണ്. ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് അവർ മിസ് ചെയ്യുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആവണമെന്നില്ല, കിങ് ഓഫ് കപ്സ് ആവാം. ഓക്കെ പ്ലീസ്. ആൻഡ് 2 ഓഫ് കപ്സ്, സോൾമേറ്റ് കണക്ഷൻ. ഇത് രണ്ടും വാവ്, ലൈക്ക് വാവ്. ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ആൻഡ് 9 ഓഫ് കപ്സ്, ജസ്റ്റിസ്. 10 ഓഫ് പെൻറ്റിക്കിൾസ്, 10 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്. ഞാൻ പറയുന്നില്ല, ഇനി ഒന്നും നിർത്താണ്. ജസ്റ്റിസ്, നിങ്ങളോട് ജസ്റ്റിസ് ചെയ്യണം, ന്യായം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ടെമ്പറൻസ്, യൂണിവേഴ്സ് ഇവിടെ പിന്നിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പേടിക്കുക വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. ഓക്കെ. നിങ്ങൾ ഐ തിങ്ക് കുറേ മാറുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങൾ എവിടേക്കോ മാറുന്നുണ്ട്. നിങ്ങളിപ്പോൾ പേഴ്സണെ ചേസ് ചെയ്ത് പോകുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത്, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ ആ പേഴ്സൻ്റെ പിന്നാലെ ഇപ്പോൾ ചേസ് ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെയൊക്കെ മാറ്റമാണ്. ഓക്കെ. അതിൻ്റെ മാറ്റം അത് അപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പേഴ്സൺ ഐ തിങ്ക് ശരിക്കും റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് അവരുടെ ലൈഫിൽ എന്തായിരുന്നു ഇമ്പോർട്ടൻ്റ് എന്ന് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. സോ ഫുൾ മൂൺ അവർക്ക് ആ റിയലൈസേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. വരട്ടെ. ഓക്കെ. നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകാതിരിക്കുക. ഓക്കെ. നിങ്ങൾ ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ നിങ്ങൾ തൽക്കാലം ജസ്റ്റ് ശാന്തമായിട്ടിരിക്കുക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇതിൽ നോടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. സിറ്റുവേഷൻ, പേഴ്സൻ്റെ സിറ്റുവേഷനിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ ഒരു അപ്ഡേറ്റ് വരുന്നതെന്ന് ജസ്റ്റ് ഒറക്കിൾ എടുക്കുന്നില്ല, ജസ്റ്റ് ഓക്കെ. ഡേറ്റ്, പാം ട്രീ, കോഫിൻ, കോഫി കപ്പ്, ഡ്രാഗൺ ഫ്ലൈ, ലവ് കോൾ, ഹാർട്ട് വിത്ത് എ കീ, ഫോട്ടോഗ്രാഫ്, മിസ് ചെയ്യുന്നുണ്ട് പേഴ്സൺ. യെസ്. ആൻഡ് ക്യാമറ. ഗുഡ്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അഗെയിൻ ലൈറ്റ്നിങ്. നിങ്ങൾ പ്ലീസ് ഗൈഡൻസ് മെസ്സേജ് കൂടി പോയി കാണാം. ഓക്കെ. അതിൽ നിങ്ങളുടെ കറക്റ്റ് എനർജി നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിൽ എനിക്കിപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞതിൽ അത് നിങ്ങളുടെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ എടുത്ത് നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എടുത്തു. രണ്ടും സിമിലർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതുകൂടി ഒന്ന് കാണാം. ഓക്കെ. റണ്ണറാണ് നിങ്ങളുടെ പേഴ്സൺ. ഇതുവരെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അവർ ഇതുവരെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെ വാല്യൂ ചെയ്യാതെ അവർ മാറി പോയിക്കൊണ്ടിരുന്നു. ഓക്കെ. അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്നു അവർ. ഓക്കെ. ഫിയർ ഓഫ് ഇൻറ്റിമസി, ലിസ്ണിംഗ് ടു ഈഗോ. ഓക്കെ. അവരെ ഈഗോ മാത്രമല്ല, അവർക്കൊരു പേടി, അറ്റാച്ച്ഡ് ആവാനുള്ള പേടി കൊണ്ട് അവർ ഓടിക്കൊണ്ടിരുന്നു. ഓക്കെ. ബട്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ചേസ് ചെയ്യൽ നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സഡൻ മാറ്റം. ടവർ കാർഡ്. പ്ലീസ് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് കാണാം. പ്ലീസ്. ഓക്കെ. റിക്വസ്റ്റ് ആണ് എൻ്റെ. ഓക്കെ. ഗൈഡൻസ് മെസ്സേജ് കൂടി കാണും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. രണ്ടും കൂടെ കമ്പയർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചേഞ്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ഐ തിങ്ക് നിങ്ങളാണ് ഇപ്പോൾ അവരെ വിട്ട് മാറിപ്പോകുന്നത്. ഓക്കെ. നിങ്ങൾ ആ പേഴ്സണെ എനിക്കിനി ഇങ്ങനത്തെ ഒരു കളി പറ്റില്ല എന്ന രീതിക്ക് ഐ തിങ്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഓക്കെ. അവർ ഓടുമ്പോൾ മുമ്പൊക്കെ നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ബട്ട് ഇപ്പം നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ ഷോക്കിംഗ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയതായിരിക്കാം. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ടാവും. അതായത് പേഴ്സൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അവർ നിങ്ങളെ എങ്ങനെയാണ് എന്തെങ്കിലും അവരുടെ അഡിക്ഷനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾ അറിയാനുള്ള ഒരു സാധ്യതയാണ്. അത് അറിഞ്ഞപ്പോൾ മേ ബി നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവാം. ഓക്കെ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ പെട്ടെന്നൊരു മാറ്റം വന്ന പോലെയാണ് സംഭവം. നിങ്ങൾ ഐ തിങ്ക് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു കാര്യം. ഐ തിങ്ക് നിങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നായിരിക്കാം ഈ ഒരു ചേഞ്ചസ് വന്നത്. ഓക്കെ.
മേ ബി ഇവിടെ നിങ്ങൾ വേറെ ആരെങ്കിലും ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും. മീറ്റിംഗ് സമ്മൺ ന്യൂ. ഓക്കെ, അല്ലെങ്കിൽ ഡേറ്റിംഗ്, ഗെറ്റിംഗ് ബാക്ക് ഔട്ട്. ഐ തിങ്ക് നിങ്ങളിപ്പോൾ തൽക്കാലം മേ ബി നിങ്ങൾക്ക് ചിലവർക്ക് മാരേജ് വേറെ വരുന്നുണ്ടാവും. ഓക്കെ, സിംഗിൾക്ക് മാരേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി നിങ്ങൾ വേറെ മാരേജ് വന്നതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കാരണം ഈ പേഴ്സൺ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് ആ ചേസിങ് നിർത്തി നിങ്ങൾ മതിയാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങളായിരിക്കും ചിലപ്പോൾ വേറെ പേഴ്സൺ ആരെങ്കിലും മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങൾക്കൊരു ഡേറ്റിംഗ് എക്സ്പെക്ട് ചെയ്യാം. അതായത് തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിലൊരു റീയൂണിയനും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, 2 സിനാരിയോ ഉണ്ട്. മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇവർ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. ഓക്കെ, അവരെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യെസ്, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിന്യൂവൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, പെർമനൻസ്, ഗ്രോത്ത്. മേ ബി നിങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടാവും that എനിക്കിങ്ങനെ ഈ ഒരു ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്നെ അടുത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് തരാത്തൊരു വ്യക്തി എനിക്ക് വേണ്ട എൻ്റെ ലൈഫിൽ. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു പേഴ്സണെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ ഞാൻ പറഞ്ഞു ഡിഫറൻസ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ള ഫീലിംഗ് അതുകൊണ്ടാണ്. ഐ തിങ്ക് നിങ്ങൾ എന്തെങ്കിലും മാറ്റി, നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാറ്റങ്ങൾ ഉണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ആക്ച്വലി കോഫിൻ എൻഡിങ് ബ്രിങ് ന്യൂ ബിഗിനിങ്. ചിലവർക്ക് ഇത് റിന്യൂവൽ ഉണ്ടാവും. ഓക്കെ, ചിലവർക്ക് ഈ പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിൽ റിന്യൂവൽ ഉണ്ടാവും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഓക്കെ, വെയിറ്റ് ചെയ്താലും ചേസ് ചെയ്ത് പോകരുത്. ഓക്കെ, വെയിറ്റ് ചെയ്തോളൂ, പക്ഷെ അവരറിയണ്ട, അവരെ ചേസ് ചെയ്ത് പോകണ്ട. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ചേസ് ചെയ്ത് അങ്ങോട്ട് പോകാതിരിക്കുക, അവരിങ്ങോട്ട് വരട്ടെ. ഓക്കെ, ഇവിടെ എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിന്യൂവൽ പ്രതീക്ഷിക്കാം, ന്യൂ ബിഗിനിങ് പ്രതീക്ഷിക്കാം. ഓക്കെ, ബട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം. ഇവിടെ സിറ്റുവേഷൻ മാറണം. നിങ്ങൾ ഇനി ഈ ചേസിങ് നിങ്ങൾ നിർത്തണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയൊരു അവർക്ക് വിട്ടുവീഴ്ചകൾ, വിട്ടുകൊടുക്കൽ, അതൊക്കെ നിങ്ങൾ നിർത്തണം ഇനി. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു മെച്യൂരിറ്റി നിങ്ങൾ കൊണ്ടുവരണം. കോഫി കപ്പ്, നിങ്ങൾ തമ്മിൽ മീറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ വേറെ പേഴ്സണുമായിട്ട് മീറ്റ് ചെയ്യാനും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനുള്ള സാധ്യത ചിലവർക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സൺ തന്നെ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിന്യൂവൽ വരും. ഓക്കെ, അല്ല നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം. കാരണം ചില സിറ്റുവേഷൻ നമുക്കറിയാലോ, അത്രത്തോളം ഒരു വേഴ്സ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ വിട്ട് മാറിപ്പോവാം. ഓക്കെ, അത് നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ തീരുമാനിക്കണം എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ മീറ്റിംഗ് ആൻഡ് കോൺവേഴ്സിങ്, ഫീലിംഗ് അപ്ലിഫ്റ്റഡ്, ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, മേ ബി ചിലപ്പോൾ ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലേക്കും, കാരണം നിങ്ങളുടെ മനസ്സ് അത്രത്തോളം മടുത്തു. അതാണ് നമ്മൾ പറയില്ലേ, അവസാനം മതിയായിട്ട് നമ്മൾ വിട്ടിട്ട് പോകുന്ന പോലെയാണ്. എന്താ ചെയ്യുക? ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ, ബി ലൈറ്റ് ഹാർട്ടഡ്, ഫൈൻഡിങ് ഔട്ട് തിങ്സ് കമ്മിങ് ടു ലൈറ്റ്, അഡാപ്റ്റ്, ചേഞ്ച്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. യെസ്, ഇത് തന്നെയാണ്. ചില കാര്യങ്ങൾ ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് ക്ലാരിറ്റി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ആരും ഒന്നല്ല ഒരു ക്വസ്റ്റൻ ഇടാൻ പറഞ്ഞു മൂവ് ഓൺ ചെയ്യണോ എന്ന് പറഞ്ഞിട്ടല്ലേ. ഐ തിങ്ക് ഓക്കെ, എനിവേ അതും ചെയ്യാൻ ഞാൻ. ഓക്കെ, ലവ് കോൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയാണ്, ചിലപ്പോൾ അല്ല. ആക്ച്വലി കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കും. ഓക്കെ, നിങ്ങളെ വിളിക്കും, മെസ്സേജ് വരും. ഓൾറെഡി ഇപ്പോൾ ചിലപ്പോൾ നല്ല ആ ഒരു ഇമോഷണൽ ഇരിക്കുമ്പോൾ അവർ വിളിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇന്നോ പ്രതീക്ഷിക്കാം. ഈ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ബട്ട് നിങ്ങൾ ചേസ് ചെയ്യണം നിങ്ങൾ ചേസ് ചെയ്യണം നിർത്തുക. ആൻഡ് നിങ്ങൾ മാറാം, നിങ്ങളുടെ ചേഞ്ചസ് വരുത്താം. ഓക്കെ, എന്നാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ വിളിക്കും, വീണ്ടും നിങ്ങൾ ഓക്കെ ആവും, വീണ്ടും സെയിം സൈക്കിൾ റിപ്പീറ്റ് ആവും. സോ മാറ്റേണ്ട സമയം ആയി. ഓക്കെ, മാറ്റം വരുത്താം. ഓക്കെ, ഹാർട്ട് വിത്ത് എ കീ, വെൽക്കമിങ് ലവ്, മീറ്റിംഗ് ദ വൺ, ഓപ്പൺ യുവർ ഹാർട്ട്, ഗെറ്റിംഗ് ടുഗെദർ, പെർഫെക്റ്റ്. ഓക്കെ, പേഴ്സണുമായിട്ടായിരിക്കാം, ഈ പേഴ്സണുമായിട്ട് തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിലൊരു ഗെറ്റിംഗ് ബാക്ക് ടുഗെദർ എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ചിലപ്പോൾ വേറൊരു വ്യക്തി, നിങ്ങളെ റെസ്പെക്ട് തരുന്ന, കെയർ തരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കൂടി ഒരു സാധ്യതയാണ്. എല്ലാവർക്കും അല്ല കേട്ടോ, ഇത് രണ്ട് ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. രണ്ടല്ല ആക്ച്വലി. പേഴ്സൺ തിരിച്ചു വരുന്നത് ഒരു 75% ആൾക്കാർക്കും അറിയാം, ഒരു 25% ആൾക്കാർ മാത്രം മൂവ് ഓൺ ചെയ്യുന്നതായിട്ട്. അങ്ങനെ ചെയ്യുള്ളൂ, എനിക്കറിയാം. അതങ്ങനെ നടക്കുള്ളൂ. ഓക്കെ, ഫോട്ടോഗ്രാഫ് ഉണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ അവർ രാത്രി നിങ്ങളെ ഓർത്തിട്ട് അവർ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ട്, ഫോട്ടോഗ്രാഫ്സ് നോക്കിയിട്ടുണ്ട്, പഴയ മെസ്സേജസ്, ചാറ്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, അവർ മിസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ക്യാമറ അഗെയിൻ സെയിം തിങ്. ഓക്കെ, അവർ ഫോട്ടോഗ്രാഫ്സ് നോക്കി, അല്ലെങ്കിൽ ചിലവർ നിങ്ങളെ ഒന്ന് സ്റ്റോക്ക് ചെയ്തു എന്നും പറയാം. ഓക്കെ, സ്റ്റോക്കിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ കോൺടാക്ട് അധികം ചെയ്യുന്നില്ല. നിങ്ങളൊന്നൊരു സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഗുഡ്. നിങ്ങളുടെ എനർജീസിലും മാറ്റം വരണം. ഓക്കെ, ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആക്കി നിങ്ങളുടെ മുമ്പിൽ മനസ്സിലാക്കി തരുമ്പോൾ നിങ്ങൾ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ഈ പേഴ്സണിനെ വേണം നിങ്ങൾക്ക്, ഞാൻ സമ്മതിക്കണം, നോ പ്രോബ്ലം. ഓക്കെ, പക്ഷേ എങ്ങനെ വേണം? ഒരു പ്രോപ്പറായിട്ടൊരു കമ്മിറ്റഡ് ആയിട്ട് ഒരു വ്യക്തി നിങ്ങൾ അങ്ങനെ നിൽക്കണ്ടേ നിങ്ങളുടെ അടുത്ത്?
ഇല്ലെങ്കിൽ അതിലെന്താ കാര്യമുള്ളത് അല്ലേ? സോ നിങ്ങൾ അവനവനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.